ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 222 മാനിഫെസ്റ്റേഷനെ പറ്റി പറയാനാണ്. നാളെ 222 പോർട്ടൽ ഓപ്പൺ ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണിത്. നമ്മുടെ ആഗ്രഹങ്ങളെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഏതൊരു സമയത്തും ചെയ്ത് ആഗ്രഹം പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ഡേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, 22/2/2025 ഫെബ്രുവരി മാസം 2-ാം തീയതിയും 222 പോർട്ടൽ ഓണായിരുന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. എന്താണ് 222 പോർട്ടൽ എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി നമ്മൾ സാധിച്ചെടുക്കുന്നതാണിത്. ഈ ദിവസം നമ്മൾ എന്തൊരാഗ്രഹമാണോ പ്രപഞ്ചത്തിന് സമർപ്പിക്കുന്നത്, ആ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടും. പക്ഷേ അത് ജെനുവിനായിരിക്കണം. മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും ആയിരിക്കുകയും ചെയ്യരുത്. വളരെ കുറഞ്ഞ സെൻറ്റൻസിൽ നമ്മുടെ ആഗ്രഹം എഴുതി പ്രപഞ്ചത്തിന് സമർപ്പിച്ചാണ് നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നത്. 333, 444, 666, അതുപോലെ തന്നെ 111, 1212 ഇതൊക്കെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സാണ്. അപ്പോൾ നാളെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതി സാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ മുഴുവനും കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. അതിനായി ആദ്യം തന്നെ വേണ്ടത് ഒരു ബുക്കാണ്. ഇനി നിങ്ങൾ ജേർണൽസൊക്കെ ഉണ്ട്, അതായത് ബുക്കുണ്ട് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ എഴുതുന്ന ബുക്കുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതിൽ നിന്ന് പേജ് കീറിയെടുക്കുകയൊന്നും വേണ്ട. ആ ബുക്കിൽ ഇടയുള്ള സ്ഥലത്ത് നിങ്ങൾ എഴുതാം. ഇനി അതല്ല ബുക്കില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ A4 ഷീറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ബുക്കിൽ നിന്നും ഒരു പേജ് കീറിയെടുത്താൽ മതിയാവും. വൈറ്റ് കളർ പേപ്പറാണ് വേണ്ടത്. ലൈൻസ് ഉള്ളതോ ലൈൻസ് ഇല്ലാത്തതോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ബ്ലൂ കളറിലെ ഒരു പേനയാണ്. ബ്ലാക്ക് കളർ ഇങ്ക് ഒഴിച്ച് ഏത് കളർ വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ശേഷം ആ പേപ്പർ എടുക്കുക. നാളെ ഏത് സമയത്തും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നാളെ ബ്രഹ്മമുഹൂർത്ത സമയം മുതൽ രാത്രി 11:59 ഇത് ചെയ്തു തീർക്കണം. അപ്പം നമ്മളിത് 2 നേരമായിട്ട് എഴുതുന്നു. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുതാം, ശേഷം രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണ്, സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുതുന്ന ഒരു 5 മണിക്ക് നിങ്ങൾ എഴുതിയെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം 6 മണിയാകുമ്പോൾ വീണ്ടും എഴുതുക. അത് എങ്ങനെയാണ് എന്നുള്ളത് അവനവൻ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം 22 തവണയാണ് നമ്മൾ എഴുതേണ്ടത്, അതായത് 22 ടൈംസ്. ഇപ്പം രാവിലെ ആണെന്നുണ്ടെങ്കിൽ 22 ടൈംസ് എഴുതണം, അതുപോലെ ഈവനിങ്ങിൽ 22 ടൈംസ്. അങ്ങനെ ഒരു ദിവസം 44 തവണ, അതായത് 44 ടൈംസ് ആണ് നമ്മളിത് എഴുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ പേപ്പർ എടുക്കുക. 1 മുതൽ 22 വരെ നമ്പർ ഇട്ട് ആദ്യമേ തന്നെ വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. ശേഷം നിങ്ങളുടെ ആഗ്രഹം അതെന്തായാലും അത് സാധിച്ചു എന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഞാനിവിടെ ഉദാഹരണത്തിന് 3 എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യം എഴുതേണ്ടത് താങ്ക് യു, ഐ ഗോട്ട് മൈ ഡ്രീം ജോബ്. ഇനി അത് മലയാളത്തിലാണെങ്കിൽ നന്ദി, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി. ഇനി അതല്ല, നിങ്ങൾക്കൊരു ലവ് മാരേജ് ആണ്, പേരൻസ് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്ക് യു, മൈ പേരൻസ് എഗ്രി മൈ ലവ് മാരേജ്. അത് മലയാളത്തിലാണെങ്കിൽ നന്ദി, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ പ്രണയവിവാഹത്തിന് സമ്മതിച്ചു. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ താങ്ക് യു, മീ ആൻഡ് മൈ ഹസ്ബൻഡ് ലീവ്സ് ഹാപ്പിലി അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളി. അതായത് നന്ദി, ഞാനും എൻ്റെ ഭർത്താവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഇനി മക്കളുണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ താങ്ക് യു, ഐ ലീവ്സ് മൈ ബേബി ഹാപ്പിലി. അതായത് നന്ദി, ഞാൻ എൻ്റെ കുഞ്ഞുമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഇത് ഞാൻ ഉദാഹരണമാണ് കാണിച്ചത്. ഇനി നിങ്ങൾക്ക് പൈസയാണ് വേണ്ടതുണ്ടെങ്കിൽ താങ്ക് യു, ഐ ഗോട്ട്
10,000 20,000 എത്രയാണോ പൈസ. പക്ഷേ അമിതമായിട്ടൊന്നും ആഗ്രഹിക്കരുത്. നമുക്കറിയാമല്ലോ നമുക്ക് എത്രമാത്രം പൈസ കിട്ടും അല്ലെങ്കിൽ കിട്ടാനുള്ള യോഗ്യതയുണ്ടെന്ന്. അതനുസരിച്ച് മാത്രമേ നമ്മൾ വിഷ്വലൈസ് ചെയ്യാവുള്ളൂ. അപ്പം ഇതെഴുതുമ്പം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ പീരിയഡ്സ്, പുലവാലായ്മ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, ഇതൊന്നും ഈ വക യാതൊരുവിധ കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നതേ അല്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എഴുതാനെന്നുള്ളതാണ്. അതായത് ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടിയാൽ, നമ്മൾ ആഗ്രഹിച്ച വിവാഹം നടന്നാൽ, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച പൈസ കിട്ടിയാലൊക്കെ നമ്മൾ എത്രമാത്രം സന്തോഷമായിരിക്കും എന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് പ്രസൻറ്റ് ടെൻസിൽ എഴുതാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരിത് എഴുതും, പക്ഷേ അയ്യോ എനിക്കിത് നടന്നിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചെഴുതിയിട്ട് കാര്യമില്ല, നടക്കില്ല. പോസിറ്റീവ് ഇൻറ്റൻഷൻസ് മാത്രമേ പാടുള്ളൂ. എങ്കിൽ മാത്രമേ മാനിഫെസ്റ്റേഷൻസ് നമുക്ക് വർക്കാകുകയുള്ളൂ. ഇനി ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ സാധിക്കാൻ വേണ്ടി നാളെ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരല്പം ഉപ്പ് കല്ലിട്ട് കുളിച്ചാൽ നമ്മുടെ ഓറ ഒന്നും കൂടി ക്ലെൻസായി കിട്ടും. അങ്ങനെ ക്ലെൻസായി കിട്ടിയാൽ നമ്മുടെ ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. ചിലർക്ക് ഓറാസൊക്കെ ബ്ലോക്കായിരിക്കും. അങ്ങനെ ബ്ലോക്കായിരിക്കുന്ന ആൾക്കാർക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾക്കൊന്നെങ്കിൽ ഏലക്കായിട്ട വെള്ളം, ഉപ്പുവെള്ളമൊക്കെ വളരെ നല്ലതാണ്. അതായത് കുളിക്കുന്ന വെള്ളത്തിൽ ഒരല്പം ഉപ്പിട്ട് കുളിച്ചാൽ നമ്മുടെ ഓറയൊക്കെ ക്ലെൻസായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശേഷം ഇത് എഴുതുക. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു സമയത്ത് എഴുതി. രണ്ടാമത്തെ സമയം, അതായത് ഒന്നെങ്കിൽ രാവിലെ വൈകിട്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകിട്ട്. ഞാൻ പറഞ്ഞല്ലോ 2 നേരം എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം. പക്ഷേ ആദ്യത്തെ 22 പ്രാവശ്യവും രണ്ടാമത്തെ 22 പ്രാവശ്യവും എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് കുറഞ്ഞത് 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കണം. ശേഷം ഇതേ ആഗ്രഹം, ഒരൊറ്റ ആഗ്രഹമേ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പാടുള്ളൂ, ഒരൊറ്റ ആഗ്രഹമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഇതേ ആഗ്രഹം രണ്ടാമത് വീണ്ടും നമ്മൾ എഴുതുന്നു. അങ്ങനെ 44 ടൈംസ് എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഈ പേപ്പർ ഒരിടത്ത് സൂക്ഷിച്ച് വെക്കുക. ഇനി ഇതിലെ ഏറ്റവും സൂക്ഷ്മതയുള്ള കാര്യമെന്ന് പറയുന്നത്, അന്ന് ഉച്ചയ്ക്ക് 2:22 ആ കറക്റ്റ് സമയത്ത് നമ്മൾ ബേ ലീഫ് എടുക്കുക. ബേ ലീഫ് എല്ലാവർക്കും എന്താണെന്നറിയാം. നമ്മുടെ സ്പൈസസിലൊക്കെ സുഗന്ധവ്യഞ്ജനത്തിലുള്ളതാണ് ബേ ലീഫ്. ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ആഗ്രഹമാണോ 44 ടൈം എഴുതിയത്, അതേ ആഗ്രഹം ബേ ലീഫിൽ എഴുതുക. അത് പച്ച കളറോ ചുമന്ന കളറോ നീല കളറോ എന്ത് കളർ മഷി വേണമെങ്കിലും എഴുതാൻ ഉപയോഗിക്കാവുന്നതാണ്. എഴുതി അപ്പോൾ തന്നെ അത് കത്തിച്ച് പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. ആ ചാരം പ്രപഞ്ചത്തിന് സമർപ്പിക്കുമ്പോൾ താങ്ക് യു ഇത് 3 പ്രാവശ്യം പറയുകയും വേണം. ഇനിയിപ്പോൾ നിങ്ങളിത് രാവിലെ എഴുതി, ഇനി വൈകിട്ടാണ് നിങ്ങൾ എഴുതുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഇത് കത്തിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അന്നത്തെ ദിവസം കത്തിക്കണം. ഇനിയിപ്പോൾ 2:22 കറക്റ്റായിട്ട് കത്തിക്കാൻ പറ്റിയില്ല എന്ന് വിഷമമുള്ളവർ വിഷമിക്കുകയൊന്നും വേണ്ട. ആ ഒരു പർട്ടിക്കുലർ ടൈമാണ് ഞാൻ പറഞ്ഞ 2:22 എന്നുള്ളത്. ഇനി 2:22 കത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും 2 മണിക്കും 2:59 ഇടയ്ക്ക് കത്തിച്ചാലും മതിയാകും. പക്ഷേ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഈ 2:22 എന്നുള്ള സമയമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.